നമ്മളിപ്പോൾ വയനാട് നിൽക്കുകയാണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പം ചെറിയൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷം ഞാനും മാമനോട് ചേർന്നിട്ടുള്ള വീഡിയോയാണ്. ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, തൃശ്ശൂർ സ്റ്റേ ചെയ്തു, അവിടെ നിന്ന് വയനാടെത്തി. ഇതാ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഒരാൾക്ക് 200 രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്, അല്ലേ? 300 രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. അങ്ങനെ 600 രൂപയും കൊടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകണം. വലിയ തിരക്കൊന്നുമില്ല. മാമ യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. ശുഭ നിക്കറ്, ടീഷർട്ട്, ചുവന്ന വാച്ച് കിട്ടിയില്ല, കറുത്ത തൊപ്പി. അപ്പം നമ്മളിതിലേക്ക് കയറാൻ പോകണം. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി. ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ആ കാണുന്ന കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതുവഴി കയറി നടന്നാണ് വന്നത്. അപ്പം നല്ല നടക്കാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായവർക്ക് ഇവിടെ വണ്ടി അവൈലബിൾ ആണ് കേട്ടോ. അത് അതുവഴി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇറക്കും. ഒരുപാട് എന്താണ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഷൂസിൻ്റെയും നമ്മുടെ ഷൂസിൻ്റെ അല്ല, ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മൾ ഷൂ കവർ ചെയ്തേക്കാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ വയനാട് അൾട്രാ പാർക്കിൽ നിന്നുള്ള ദൃശ്യമാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിതാ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിലാണ്. ഇപ്പോൾ ചെറിയ ഈ ഒരു എൻഡിൽ വരുമ്പോൾ ചെറിയൊരു ഷേക്ക് ഉണ്ട്, അല്ലാതെ വേറെ പേടിക്കാനുള്ളതൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ കറുത്ത ഈ ഭാഗത്തോടെ തടഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ മാറുമ്പോൾ ഒരു പേടി വരും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞു ഇവിടെ എന്തോ സംഭവം ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കുലുങ്ങും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ കാണുന്നത് ഊഞ്ഞാലാണ്. ഇത് സിംഗിളായിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പുറ സൈഡിൽ ഫാമിലിക്കുള്ള ഊഞ്ഞാലുണ്ട്. ഫാമിലിക്കുള്ള ഊഞ്ഞാൽ ഇവിടെ ഉണ്ട് ഗൈസ്. കേട്ടോ, നല്ല കുഷനൊക്കെ ഇട്ട് പില്ലൊക്കെ ഇട്ട് പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടി വീഴായിരുന്ന കൊള്ളാം. കാണുന്നതാണ് ബഞ്ചി ജമ്പാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ബഞ്ചി ജമ്പാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് വ്യൂ. പ്രതീക്ഷിച്ച അത്രയും ഇല്ല, ഒരു പേടിക്കുള്ള സംഭവങ്ങളൊന്നുമില്ല, പേടിയൊന്നും തോന്നില്ല. ഇതെൻ്റെ നമുക്കറിയാമല്ലോ, ഒരു ഗ്ലാസിന് സംഭവം. അവിടെ നിന്ന് ഒരു കമ്പി വന്നിട്ട് ഈ ഒരു കമ്പികളെ പിടുത്ത ബലത്തിലാണ് സംഭവം നിൽക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഷേക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ പേടിക്കാനായിട്ടുള്ള അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇനി ചിലപ്പോൾ പേടിക്കാൻ ചാൻസ് ഉണ്ട്. താഴെ അവിടെ 2 പേര് ഇവിടെ ഒരു സംഭവം. അതിൻ്റെ പേരെന്താണോ ആ സാധനത്തിന്? ഊഞ്ഞാല. ഊഞ്ഞാലിലോട്ട് അവർ കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേത് ഒരു ചെറിയ ഷേക്ക് ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് നോക്കാം. അല്ല, ഇതാണ് ബഞ്ചി ജമ്പ്. ഈ ക്രെയിനിലാണ് ബഞ്ചി ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബഞ്ചി ജമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ ബഞ്ചി ജമ്പ് എന്നാണ് അവർ പറയുന്നത്. ആദ്യത്തേതും ഏറ്റവും വലുത് തന്നെ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. ഇതാണ് വ്യൂ. പക്ഷെ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇല്ല. ഇനി അപ്പോൾ ഇനി കുലുങ്ങോ ഇല്ല എന്നുള്ള നോക്കാം. അവർ ആ സംഭവം യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കുലുങ്ങുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. താഴെ രണ്ട് പേരിങ്ങനെ ഒരു ഊഞ്ഞാലൊരു സംഭവം എന്താണെന്ന് അറിയാം. എനിക്കറിയാം മുകളിലോട്ട് പൊങ്ങിട്ട് താഴോട്ട് വരുന്നതാണെന്ന് അറിഞ്ഞിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ആൾ നിൽക്കൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആൾക്കാരെല്ലാം വന്നവർ ഫാമിലിയാണ്. അവർ പേടി കാരണം പോയി. ഇപ്പം ഞങ്ങൾ 2 പേര് മാത്രമേ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിനകത്തുള്ളൂ. എങ്ങനെയാവുമെന്നറിയാമല്ലോ. പക്ഷേ കുലുങ്ങുന്നുണ്ട് അല്ലേ? അവർ ആ സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കുലുങ്ങുന്നുണ്ട്. ഇതിലാണ് അവർ ആ സാധനം ഹാങ് ചെയ്തേക്കുന്നത്. ഇപ്പം അത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് കേസ്. അപ്പം നമുക്കറിയാം ഇത് കുലുങ്ങോ ഇല്ലയെന്ന്. ഞാനിപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സംഭവം കുലുങ്ങും, അപ്പോൾ ഒരു ഷേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ചെറിയൊരു ഷേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഊഞ്ഞാല് പോലെയാണ്. അവർ പിറകിലോട്ട് വലിച്ചുകൊണ്ട് പോയത്. അപ്പം വിടുമ്പം ഇത് കുലുങ്ങോ ഇല്ലയോ എന്നാണ് കുലുങ്ങോ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നറിയണം. വലിയ കുലുക്കമൊന്നുമില്ല, ഒരു വിളി മാത്രമേ കേട്ടോളൂ. അതാ തിരിച്ചു വന്നു. പക്ഷേ വലിയ കുലുക്കമൊന്നുമില്ല അല്ലേ? ഇപ്പോൾ പ്രതീക്ഷിച്ച കുലുക്കമൊന്നും ഇവിടെ ഇല്ല. അത് കൊള്ളാം സംഭവം. 300 രൂപയ്ക്ക് കൊള്ളാമോ? കുഴപ്പമില്ല. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് കയറി എന്നുള്ളൊരു സംതൃപ്തി നമുക്ക് കിട്ടത്തേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും വിട വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം.
എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടെങ്കിൽ മാത്രമേ വീഡിയോയിൽ എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കില്ല. ഇത് മാത്രമേ ചിലപ്പോൾ ആഡ് ചെയ്യും അല്ലേ. കാര്യം വയനാടൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തതാണ്, വെറുതെ ചെയ്ത് ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും അടുത്ത നല്ല ലൊക്കേഷൻ കാണുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.